മുസ്ലിം ലീഗിന് മാറി ചിന്തിക്കേണ്ടി വരുമെന്ന് ഇ പി ജയരാജൻ. മുസ്ലിം ലീഗിന് ഇങ്ങനെ തുടരാനാകില്ല. കോൺഗ്രസിനേക്കാൾ വോട്ടുള്ള പാർട്ടിയാണ് ലീഗ്. ഒറ്റയ്ക്ക് മത്സരിച്ചാലും അവർക്ക് സീറ്റ് കിട്ടും. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. CMP പോലെയും ഈ RSP പോലെയുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവർ കേരളത്തിൽ ഏറ്റവും കോൺഗ്രസിനേക്കാൾ, എൻ്റെ ഒരു നിരീക്ഷണത്തിൽ കോൺഗ്രസിനേക്കാളും വോട്ടുള്ള ഒരു പാർട്ടിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യം. ഇവിടെ മുസ്ലിം ലീഗ് ഒറ്റക്ക് മത്സരിച്ചാൽ അവർക്ക് ഒരുപാട് സീറ്റ് കിട്ടും, അവർക്ക് കുറേ സീറ്റ് കിട്ടും. കോൺഗ്രസ് ഒറ്റക്ക് മത്സരിച്ചാൽ കോൺഗ്രസിന് കേരളത്തിൽ ഒറ്റ സീറ്റും കിട്ടില്ല. അവർ കോൺഗ്രസ് ഇപ്പോൾ നിൽക്കുന്നതന്നെ മുസ്ലിം ലീഗിൻ്റെ സഹായം കൊണ്ടാണ്, മുസ്ലിം ലീഗിൻ്റെ വോട്ട് കൊണ്ടാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗ് ഞാൻ കാണുന്നത് ഒരു പ്രധാന പാർട്ടി എന്നുള്ള നിലയിൽ, ഒരു ബഹുജന സ്വാധീനമുള്ള പാർട്ടി എന്നുള്ള നിലയിൽ അവർക്ക് ഒരു ജില്ല തന്നെ അവർക്ക് ഭൂരിപക്ഷമാണ്. ഒരു ജില്ലയെന്ന് മാത്രം ഞാൻ പറയുന്നില്ല. അവരുടെ MLA-മാർ കാസർഗോഡ്, അതുപോലെ തന്നെ ഈ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒരു നിറസാന്നിധ്യമായിട്ടുള്ള പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ടാണ് ഒരു ബഹുജന സ്വാധീനമുള്ള പാർട്ടി എന്നുള്ള നിലയിൽ ആളില്ലാത്ത പാർട്ടി ഒരു പ്രതിനിധി വന്ന് UDF-ൽ ഇരിക്കുന്ന പോലെയല്ല മുസ്ലിം ലീഗ്. അവർ ബഹുജനങ്ങളുള്ളൊരു പാർട്ടിയാണ്. മുന്നണി വിടില്ലെന്ന് മുസ്ലിം ലീഗ് വ്യക്തമാക്കിയ ശേഷവും തുടർച്ചയായി ലീഗിനെ പുകഴ്ത്തുന്ന നിലപാടാണ് CPM നേതൃത്വം സ്വീകരിക്കുന്നത്. ഇ പി ജയരാജൻ മാത്രമല്ല, AK ബാലനും സമാനമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPM നടത്തുന്ന നീക്കമാണ് ചർച്ച ചെയ്യുന്നത്. VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഈ ഒരു പ്രസ്താവന, ലീഗിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഈ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ പ്രസ്താവന നൽകുന്ന സൂചന അതെന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ധന്യ, ലീഗിനോടുള്ള മോഹം CPM നേതാക്കൾക്ക് അവസാനിക്കുന്നില്ല. ലീഗിന്റെ മഹത്വവും വലിപ്പവും ഒക്കെ വ്യക്തമാക്കുകയാണ് ഇ പി ജയരാജൻ. നേരത്തെ അദ്ദേഹം ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളയാളാണ്. മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ച് പലയിടത്തും വിജയിക്കാൻ കഴിവുള്ള പാർട്ടിയാണ്. മലപ്പുറത്തും മറ്റു പല ജില്ലകളിലും അവർക്ക് സ്വാധീനമുണ്ട്. എന്നാൽ കോൺഗ്രസ് അങ്ങനെയല്ല. അതായത് ലീഗിന് കോൺഗ്രസിനെ അല്ല, കോൺഗ്രസിന് ലീഗിനെയാണ് ആവശ്യം എന്ന നിലപാടാണ് CPM നേതാക്കൾ ഇപ്പോൾ സ്വീകരിക്കുന്നത്. കോൺഗ്രസിന് പലപ്പോഴും ലീഗിൻ്റെ ആവശ്യങ്ങൾ, ലീഗ് നിലപാടുകൾക്ക് ഒപ്പം നിന്ന് പോകാൻ കഴിയില്ല. ഇത് കഴിഞ്ഞ് പറയുന്ന കുറച്ച് കാര്യമുണ്ട്. അതായത് പല വിഷയങ്ങളിലും ലീഗ് എങ്ങനെ ചിന്തിക്കുന്നു അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ അതിനടുത്തേക്ക് എത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അയോധ്യ വിഷയത്തിലടക്കം CPM വളരെ വേഗത്തിൽ അയോധ്യ നിലപാട് പ്രഖ്യാപിച്ചു. കോൺഗ്രസിൽ ലീഗ് വളരെ വേഗം നിലപാട് പറഞ്ഞു. പക്ഷേ കോൺഗ്രസ് അവിടെ പലർക്കും പല അഭിപ്രായമായിരുന്നു. ഒടുവിൽ അവർ പോകേണ്ട എന്ന് പറയുമ്പോൾ വ്യക്തിപരമായി പോകുന്ന ചില ആളുകൾ പറയുന്നു. അങ്ങനെ ഒരു കൃത്യമായ നിലപാട് അയോധ്യ വിഷയത്തിലടക്കം സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. അതുകൊണ്ടാണ് എക്കാലവും ലീഗിന് കോൺഗ്രസിനൊപ്പം UDF മുന്നിൽ തുടരാനാകില്ല എന്ന നിലപാട് ഇ പി ജയരാജൻ പറയുന്നത്. അവർ ഇപ്പോൾ മുന്നണി വിട്ട് വരണമെന്ന അഭ്യർത്ഥനയോ അല്ലെങ്കിൽ മുന്നണി വിട്ട് വരും എന്നൊന്നും ഇടതുമുന്നണി കൺവീനർ പറയുന്നില്ല. പക്ഷേ ലീഗിന് അധികകാലം അവിടെ തുടരാനാകില്ല, കോൺഗ്രസിനൊപ്പം നിൽക്കാനാകില്ല. അവരുടെ ശക്തി ലീഗ് തിരിച്ചറിയണം എന്നൊരു പരോക്ഷ നിർദ്ദേശം കൂടി അല്ലെങ്കിൽ ഒരു ഉപദേശം കൂടി ഇ പി ജയരാജൻ ഈ അഭിമുഖത്തിൽ നൽകുന്നുണ്ട്. അതായത് ലീഗ് കോൺഗ്രസിനൊപ്പം നിൽക്കാതെ മാറി നിന്നാൽ അവർക്ക് കൂടുതൽ ഗുണമുണ്ടാകും. അത് ഇടതുമുന്നണിയുടെ ഘടകകക്ഷിയായൊന്നും ഈ ഘട്ടത്തിലൊന്നും CPM ആലോചിക്കുന്നില്ല. പക്ഷേ പലപ്പോഴും ലീഗ് അണികളെയെങ്കിലും ലീഗിൻ്റെ യഥാർത്ഥ പ്രശ്നം അവരുടെ അടിസ്ഥാന കാര്യങ്ങളിലൊക്കെ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിനെ അല്ല, കുറച്ചുകൂടി ലീഗ് അണികൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന CPM-നെയാണ്. ലീഗ് അണികളിൽ നിന്ന് മാത്രമല്ല, ലീഗ് പ്രതിദാനം ചെയ്യുന്ന ഒരു സമുദായമുണ്ട്, വലിയൊരു സമുദായമുണ്ട്, മുസ്ലിം സമുദായം. അവരുടെ വോട്ടുകൾ, അവരുടെ ഇഷ്ടം പിടിച്ചുപറ്റാനുള്ള CPM നേതാക്കൾ ശ്രമമായത് കാണണം. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത്. ഇ പി ജയരാജൻ എന്ന ഇടതുമുന്നണി കൺവീനറുടെ മാത്രം ഒരു അഭിപ്രായമല്ല. നേരത്തെ കഴിഞ്ഞ ദിവസം നമുക്ക് നൽകിയ അഭിമുഖത്തിൽ AK ബാലൻ ഉൾപ്പെടെയുള്ള നേതാക്കളും അതേ നിലപാടാണ് സ്വീകരിക്കുന്നത്. ലീഗിൽ നിന്ന് എത്രത്തോളം അല്ലെങ്കിൽ ലീഗിൻ്റെ അണികളിൽ നിന്ന് എത്രത്തോളം വോട്ട് വിഭജിച്ച് ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ ആ ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. ലീഗ് ഉടനെയൊന്നും മുന്നണി വിട്ട് ഇടതുമുന്നണിയിലേക്ക് വരില്ല എന്നവർക്ക് മനസ്സിലാകുന്നു, അല്ലെങ്കിൽ അറിയാം. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് നേതാക്കൾക്ക് ഉപരി ലീഗ് വഴി കോൺഗ്രസ് ലഭിക്കുന്ന വോട്ടുകൾ ഒരു പരിധിയെങ്കിലും, ഒരു ഭാഗമെങ്കിലും ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവരാനാകുമോ എന്ന ശ്രമമാണ് CPM നേതാക്കൾ നടത്തുന്നത്. അതാണ് ഇ പി ജയരാജനും AK ബാലനും പോലുള്ള ഉന്നത നേതാക്കളുടെ ഈ ലീഗിനോടുള്ള കൗതുകം. അരുൺ, നമുക്ക് തിരിച്ചു വരാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ, ഇ പി ജയരാജന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. ഈ BJP-യുടെ B ടീമിനൊപ്പം മുസ്ലിം ലീഗിനെ പോലെ ഒരു ന്യൂനപക്ഷ പാർട്ടി
അല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രാതിനിധ്യം കൂടുതലുള്ള പാർട്ടി എങ്ങനെ എത്ര നാൾ അവിടെ നിൽക്കാൻ പറ്റും അവർക്ക്? അത് കേരള രാഷ്ട്രീയത്തിൽ വരാൻ വേണ്ടി പോകുന്ന ചില സംഭവ വികാസങ്ങളുടെ ഭാഗമായി രാഷ്ട്രീയ രംഗത്ത് വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് തീർച്ചയായും മുസ്ലിം ലീഗിനെ മാറ്റി ചിന്തിക്കേണ്ടി വരും. കോൺഗ്രസിന് ഇന്നത്തെ നിലപാടിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പലതും തികഞ്ഞ അബദ്ധമാണ്. അവർക്ക് കേരളത്തിൽ ഏറ്റവും വലിയ വിരോധം ആരോടാണ്? ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭീകരത, RSS സംഘപരിവാർ, BJP അവരോടല്ലല്ലോ. കേരളത്തിൽ ആരെയാ കോൺഗ്രസ് എതിർക്കുന്നത്? CPM-നെ അല്ലേ? ഇടതുപക്ഷത്തെയല്ലേ? ഈ കേരളത്തിൽ ഇന്ത്യയിൽ എതിർക്കപ്പെടേണ്ട പാർട്ടി CPM ആണോ? എന്തിനാ CPM-നെ എതിർക്കുന്നത്? അവരുടെ മുഖ്യ ശത്രുവായി കാണുന്നത് CPM-നെ, LDF-നെ. അവർ ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് CPM-നെ ആക്രമിക്കുന്നു. അതിൻ്റെ 1% പോലും BJP-ക്ക് നേരെ വരുന്നില്ലല്ലോ. BJP-യുമായിട്ട് അവർ സൗഹാർദ്ദം പങ്കിടുകയല്ലേ? എങ്ങനെയാണ് ഇതൊക്കെ കോൺഗ്രസിന് സാധിക്കുന്നത്? അപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം കോൺഗ്രസിനെ ഇനിയും ദുർബലപ്പെടുത്തും. അങ്ങനെ വരുമ്പോൾ മുസ്ലിം ലീഗിനെ പോലെയുള്ള പാർട്ടികൾ അവരുടെ നിലപാടുകളെ സംബന്ധിച്ചും ചിന്തിക്കേണ്ടി വരും. അത് ഭാവി രാഷ്ട്രീയത്തിൽ എന്തായാലും അവർ ചിന്തിക്കപ്പെടുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. PV അരുൺ വീണ്ടും ചേരുന്നുണ്ട്. അരുൺ, ഈ മുന്നണി വിപുലീകരണത്തെ കുറിച്ചുള്ള പ്രതികരണം അത് അനവസരത്തിൽ എന്നൊക്കെ നേരത്തെ പറഞ്ഞ സംസ്ഥാന കമ്മിറ്റി തന്നെ പറഞ്ഞതാണ്. വീണ്ടും അത്തരത്തിലൊരു പ്രതികരണം നടത്തുമ്പോൾ, ഇല്ലെങ്കിൽ ലീഗിനെ വീണ്ടും പുകഴ്ത്തുമ്പോൾ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെയൊക്കെ മാറ്റിമറിച്ചൊരു മുന്നണി മാറ്റം അത് CPM പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. മുന്നണി വിപുലീകരണം ഇപ്പോൾ CPM-ന്റെ അജണ്ടയിലില്ല, ഇടതുമുന്നണിയുടെ അജണ്ടയിലുമില്ല. അത് തന്നെയാണ് നേതാക്കൾ നേരത്തെയും ഇപ്പോഴും ഒക്കെ വ്യക്തമാക്കുന്നത്. പക്ഷേ മുസ്ലിം ലീഗ് എന്ന പാർട്ടി അത് കഴിഞ്ഞ കുറേ നാളുകളായി പല കാരണങ്ങൾ കൊണ്ട് UDF-ൽ അസംതൃപ്തരാണ്. ഒരു പ്രധാന കാരണം തുടർച്ചയായ 2ാം തവണയും, അതായത് 10 വർഷമെങ്കിലും അധികാരത്തിന് പുറത്തു നിൽക്കേണ്ടി വരും ലീഗിന് എന്നുള്ള ഉറപ്പാണ്. അങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ലീഗ് എത്ര നാൾ അങ്ങനെ അധികാരത്തിന് പുറത്തു നിന്നുകൊണ്ട് കോൺഗ്രസിനെ പിന്തുണയ്ക്കും? പല കാര്യങ്ങളിലും സീറ്റുകൾ വിഭജനത്തിനടക്കമുള്ള വിഷയങ്ങളിൽ ലീഗിന് കോൺഗ്രസിനോട് അതൃപ്തിയുണ്ട്. പലപ്പോഴും EP ജയരാജൻ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്, പലയിടത്തും കോൺഗ്രസ് ജയിക്കുന്നത് ലീഗിന്റെ ശക്തി എന്ന്, പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിൽ, മലബാറിൽ കോൺഗ്രസ് പലയിടത്തും ജയിക്കുന്നത് ലീഗിന്റെ ശക്തി കൊണ്ട്, കണ്ണൂരിലടക്കം ചില മണ്ഡലങ്ങളിൽ പോലും ലീഗിന്റെ ശക്തി കൊണ്ട് തന്നെയാണ്. പക്ഷേ കോൺഗ്രസിന് ശക്തിയുള്ളിടത്ത് ജയിക്കാനുള്ള അവസരം ലീഗിന് പലപ്പോഴും ലഭിക്കാറില്ല. അത്തരം മണ്ഡലങ്ങൾ ലീഗിന് കിട്ടാറുമില്ല. അതുകൊണ്ട് എന്തിന് അവിടെ തുടരുന്നു എന്നൊരു വലിയ ചിന്ത ഒരു വിഭാഗം നേതാക്കൾക്കും അണികൾക്കുമിടയിൽ ഉണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ അത് ഉടനൊരു മുന്നണി മാറ്റത്തിലേക്ക് എത്തില്ല. അതിന് മറ്റു ചില കാരണങ്ങൾ കൂടി ഇരു പാർട്ടികളും, ലീഗും CPM-ഉം കാണുന്നു. സ്വാഭാവികമായും മുസ്ലിം കൂടി ഇടതുമുന്നണിയിലേക്ക് വന്നാൽ അത് ഇവിടെ ശക്തിപ്പെടുത്താൻ പോകുന്നത് BJP ആണെന്ന് തിരിച്ചറിവ് ഈ നേതാക്കൾക്ക് ഉണ്ട്. അതുതന്നെയാണ് ലീഗിന്റെ മുന്നണി പ്രവേശനത്തിന് ഇടതുമുന്നണി പ്രവേശനം ഏറ്റവും തടസ്സമായി നിൽക്കുന്ന ഘടകം. CPM അധികം താല്പര്യം കാണത്തും അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ലീഗ് വന്നില്ലെങ്കിലും ലീഗിലെ ഒരു വിഭാഗമെങ്കിലും, നമുക്കറിയാം നേരത്തെ INL ലീഗ് പെടുന്ന INL വരുമ്പോൾ ഇപ്പോഴും INL ഇടതുമുന്നണിയുടെ ഭാഗമാണ്. അത്തരത്തിൽ ഒന്നുകിൽ കുറച്ച് നേതാക്കൾ, അല്ലെങ്കിൽ സ്വാധീനമുള്ള കുറച്ച് നേതാക്കളോ അല്ലെങ്കിൽ അവരുടെ അണികളോ പിളർന്ന് ഇങ്ങോട്ടേക്ക് വരിക. ആരുള്ളിലേക്ക് വരാം ഇപ്പോൾ.